ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ദ റിയൽ സിവിൽ എഞ്ചിനീയറിംഗ് ടീമിന്റെ മറ്റൊരു സോഫ്റ്റ്വെയറിനെ പറ്റിയിട്ടുള്ള വീഡിയോ ട്യൂട്ടോറിയൽ ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. സോഫ്റ്റ്വെയറിന്റെ പേര് IBPMS എന്നാണ്. ഇതിന്റെ ഇന്റലിജന്റ് ബിൽഡിംഗ് അതുപോലെ തന്നെ പ്ലാൻ മാനേജ്മെന്റ് സിസ്റ്റം, ഇന്റലിജന്റ് ബിൽഡിംഗ് പ്ലാൻ മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. പലരും ചിന്തിച്ചിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഇത് സിവിൽ സോഫ്റ്റ്വെയർ ആണോ അല്ലെങ്കിൽ ഇത് എന്തിനാണ് പഠിപ്പിക്കുന്നത് എന്നൊക്കെ പലരും ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാകാം. നമ്മുടെ സിവിൽ എഞ്ചിനീയേഴ്സിന് ഇനി മുതൽ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഇത്. കാരണം നമ്മൾ പ്ലാനൊക്കെ വരച്ചു മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പഞ്ചായത്തുകളിലൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന സോഫ്റ്റ്വെയർ പഠിച്ചിരിക്കണം, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. നമുക്കറിയാം, പണ്ട് നമ്മൾ ഫയലിലാണ് നമ്മൾ പ്ലാനൊക്കെ സബ്മിറ്റ് ചെയ്തിരുന്നത് അപ്ലിക്കേഷൻ ഫോം വഴിയായിട്ട്. പക്ഷേ പിന്നീട് ഗവൺമെന്റ് സങ്കേതം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റ് ചെയ്തു. പക്ഷെ അതൊക്കെ വളരെ ഈസി ആയിരുന്നു. അത് ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ പലർക്കും അതൊക്കെ ഒരു ബുദ്ധിമുട്ടായി തോന്നിയെങ്കിലും പിന്നീട് വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ സാധിച്ചു. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് പ്ലാനുകളും മറ്റുമൊക്കെ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ സാധിച്ചു. പിന്നീട് നമ്മൾ IBPMS എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ, DCR എന്ന് പറയുന്ന ഇത് നിലവിൽ വന്നിരുന്നു. പക്ഷേ 2019 നമ്മുടെ ബിൽഡിംഗ് റൂള് മാറിയതുകൊണ്ട് അത് വീണ്ടും പിൻവലിക്കുകയായിരുന്നു. ഇപ്പൊ നമ്മൾ വളരെ ശക്തമായിട്ട് തന്നെ ഗവൺമെന്റ് ഈ പറയുന്ന സോഫ്റ്റ്വെയർ കൊണ്ടുവന്നു. 2020 എന്നുള്ള എല്ലാ അപ്ഡേഷനുകളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന സോഫ്റ്റ്വെയർ ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് വൃത്തിയായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കാം. പല എഞ്ചിനീയേഴ്സും നമ്മളെ കോൺടാക്റ്റുള്ള പലരും പറഞ്ഞിരുന്നു ഇനി ഇത് എങ്ങനെ പ്ലാൻ കൊടുക്കും, കാരണം ഈ സോഫ്റ്റ്വെയറിനെ പറ്റി അറിയില്ല. അതുപോലെ ഓട്ടോകാഡില് അത്ര മിനിമം നോളജേ ഉള്ളൂ. ഇതൊക്കെ ഇതിൽ ചെയ്യാൻ മാത്രമുള്ള നോളജ് ഇല്ല, ടൂൾസുകൾ അറിയില്ല. അതുകൊണ്ട് തന്നെ ഇനി ഇത് കോംപ്ലിക്കേറ്റഡ് ആവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേടിച്ചിരിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളോട് പറയുന്നത് വളരെ സിമ്പിൾ ആണ് സോഫ്റ്റ്വെയർ. ഇതിന് പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ നമ്മളൊരു ഓർഡറിൽ എഴുതി വെക്കുകയോ അല്ലെങ്കിൽ അത് കാണാപ്പാടം പഠിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രൊസീജിയർ ഓർഡർ ബൈ ഓർഡർ നമുക്ക് ചെയ്തു പോയാൽ മതി. അത്ര ടഫ് അല്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി വയ്ക്കുക. ഇനി ഓട്ടോകാഡ് അറിയാത്ത ആളുകളാണെങ്കിൽ നമ്മുടെ ഈ ചാനലിൽ തന്നെ ഓട്ടോകാഡിന്റെ ഒരു 8 പാർട്ട് വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ബേസിക് ഒന്നും അറിയാത്തൊരു കുട്ടിക്ക് ഈ പറയുന്ന ഓട്ടോകാഡ് എന്ന സോഫ്റ്റ്വെയർ പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 10-40ഓളം കമാൻഡ്സ് തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന DCRലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത്തരക്കാരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എടുത്തു നോക്കുക. റിയൽ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ചാനലാണത്. ഈ ചാനലിന്റെ പ്രത്യേകത സിവിൽ എഞ്ചിനീയേഴ്സുമായി കണക്ട് ചെയ്തിട്ടുള്ള വീഡിയോസും കാര്യങ്ങളാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ സിവിൽ എഞ്ചിനീയേഴ്സ് ആണെന്ന് തോന്നുന്ന എല്ലാവരിലേക്കും നിങ്ങൾ ഈ പറയുന്ന വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഇനി ഈ സോഫ്റ്റ്വെയറിന്റെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് അതിന്റെ ഇൻസ്റ്റാളേഷൻ വീഡിയോ ആണ്. നമ്മൾ 10 എപ്പിസോഡുകളായിട്ടാണ് ഈ പറയുന്ന ട്യൂട്ടോറിയൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഈ പറയുന്ന സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ഇപ്പോ ഇപ്പോ വിൻഡോസ് 10 അല്ലെങ്കിൽ 7 ഉപയോഗിക്കുന്ന ആളുകളായിരിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, 64 ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയാൽ വളരെ നല്ലതാണെന്ന് പറയപ്പെടുന്നു. ആധികാരികത ഞാൻ പറയുന്നില്ല, എങ്കിൽ കൂടി ഹാങ് പോലുള്ള കാര്യങ്ങളൊക്കെ കുറവുള്ളതായിട്ടാണ് അറിയാൻ സാധിച്ചത്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങളുടെ സോഫ്റ്റ്വെയർ ഓട്ടോകാഡ് എന്ന് പറയുന്നത് 2007 മുതൽ ഇപ്പോൾ ലേറ്റസ്റ്റ് വേർഷൻ വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ZWCAD എന്ന് പറയുന്ന സോഫ്റ്റ്വെയറും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അതേപോലെ തന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 64 ബിറ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുക. അതിനെപ്പറ്റി അറിയില്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആളുകളോട് പ്രത്യേകം നിങ്ങൾ എടുത്ത് പറയുക 64 ബിറ്റിലുള്ള ഓട്ടോകാഡ് വേർഷൻ തരാൻ പറയുക. അതൊക്കെ നമ്മുടെ ഈ വർക്കിംഗ് കംഫർട്ടിനെ വളരെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് അത് ഇനീഷ്യലി പറഞ്ഞത്. ഓക്കെ, ഇനി സോഫ്റ്റ്വെയർ നമുക്ക് എവിടെ നിന്ന് കിട്ടാം? സോഫ്റ്റ്വെയർ നമുക്ക് വളരെ ഫ്രീ ആയിട്ട് നമുക്ക് ഗവൺമെന്റ് തന്നെ IBPMS എന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കൊടുത്താൽ അതിൽ അവര് ഒഫീഷ്യൽ സൈറ്റിൽ കിടക്കുന്നുണ്ട്. അവിടുന്ന് തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. കാരണം എന്തെങ്കിലുമൊക്കെ അപ്ഡേഷൻസ്, റിവിഷൻസ് ഒക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സോഫ്റ്റ്വെയറിൽ. അപ്പോൾ അതിന്റെ മെയിൻ ഒഫീഷ്യൽ പേജിൽ നിന്ന് തന്നെ നമ്മൾ ഈ പറയുന്ന സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുക. അതെങ്ങനെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മൾ ഓരോ വട്ടം നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ നമ്മൾ ഈ DCR എന്ന് പറയുന്ന ഐക്കണാണ് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ കാണാൻ സാധിക്കുക. അത് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഏത് ഡ്രോയിങ് സോഫ്റ്റ്വെയർ ആണ് നിങ്ങളുടെ ആ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾഡ് ആയിരിക്കുന്നത് അതാണ് ഓപ്പൺ ആയി വരിക. അപ്പൊ അതിൽ ചെറിയ വ്യത്യാസങ്ങൾ DCRന്റെ ഒരു കാര്യങ്ങൾ മെനു ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ വരും വീഡിയോസിൽ നമ്മൾ പറഞ്ഞു തരികയായിരിക്കും. ഓൺ ആക്കുമ്പോൾ തന്നെ അപ്ഡേഷൻസ് വരുന്നത് കാണാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് കമ്പനി വരുന്നുണ്ടെങ്കിൽ അപ്പൊ നെറ്റ് കണക്റ്റഡ് ആണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഇതില് ആ ഓൺ ആക്കുന്ന സമയത്ത് തന്നെ അപ്ഡേഷൻസ് ആയിട്ടാണ് നമുക്ക് ഈ പറയുന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കി വരിക. ദെൻ നമ്മുടെ ഏത് ഡ്രോയിങ് ആണോ നമ്മൾ DCR ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെ DCRൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആദ്യം ആക്കി വെച്ചതിന് ശേഷം വേണം ഇത് ഓപ്പൺ ആക്കാൻ. ദെൻ അതിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് അതൊരു ഓർഡർ ബൈ ഓർഡർ നമ്മൾ ചെയ്ത് നമ്മൾ ലാസ്റ്റ് അതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് എടുത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനും നമുക്ക് സങ്കേതം എന്ന സോഫ്റ്റ്വെയർ ഉള്ള പോലെ തന്നെ ഇന്നുണ്ട് യൂസർ നെയിം, പാസ്വേഡ് ഒക്കെ ഉണ്ട്.
അത് IBPMS സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഗൂഗിൾ ചെയ്ത് കൊടുത്താൽ അതിന്റെ ഒഫീഷ്യൽ പേജിൽ തന്നെ കാണാൻ സാധിക്കും. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടായിരിക്കാം, ഉണ്ടെങ്കിൽ ആ പാസ്വേഡൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കാം. പുതിയതായിട്ട് ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർ അതിന്റെ പ്രൊസീജിയർ ഞാൻ ഈ വീഡിയോസിൽ പറഞ്ഞിരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഒത്തൊരുമിച്ച് വളരെ ഭംഗിയായിട്ട് ഈ പറയുന്ന സോഫ്റ്റ്വെയറിന്റെ ക്ലാസ്സസ് മുന്നോട്ട് പോകാം. സംശയങ്ങൾ ഉണ്ടാകണം, അത് നമുക്ക് കമന്റ് ബോക്സിൽ നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. അറിയാവുന്നതൊക്കെ നമ്മളതിൽ ക്ലാരിറ്റി വരുത്താം. ഇനി എല്ലാം അറിയാത്തതുണ്ടെങ്കിൽ ബിയോണ്ട് അവർ ലിമിറ്റ് ആണെങ്കിൽ നമ്മൾ അതിന്റെ ഒഫീഷ്യൽസിനെ കണക്ട് ചെയ്തുകൊണ്ട് അത് സംശയം ക്ലിയർ ചെയ്യാൻ നമ്മൾ പരമാവധി ശ്രമിക്കുന്നതായിരിക്കും. പിന്നെ മോറോവർ ഓട്ടോകാഡിന്റെ ക്ലാസ് വീഡിയോ ചെയ്യുമ്പോൾ തൊട്ട് പറയുന്ന കാര്യങ്ങളാണ്. ക്ലാസ് കേട്ടിരിക്കുകയല്ല, ക്ലാസ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് വന്നാലും ആ പറയുന്ന ഒരു ഡ്രോയിങ് എടുത്തുകൊണ്ട് പാരലായിട്ട് നിങ്ങളും ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ഈ സോഫ്റ്റ്വെയർ പഠനം ആരംഭിക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സോഫ്റ്റ്വെയർ വേണം. അപ്പോൾ അത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് നമുക്ക് കാണാം. ഓക്കെ, ഇനി പ്രത്യേകം പറയുന്നില്ല, അർഹതപ്പെട്ടവരിലേക്ക് ഈ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്യുമല്ലോ. താങ്ക് യു. നമുക്ക് IBPMS എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോകാഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ AUTOCAD ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഡ്രാഫ്റ്റിംഗ് സോഫ്റ്റ്വെയർ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിരിക്കണം. പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും 64 ബിറ്റ് സോഫ്റ്റ്വെയർസ് ആണ്. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് വിൻഡോസ് 10 7 ഒക്കെയാണ് അതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നതെങ്കിൽ 64 ബിറ്റ് ആണെന്ന് പ്രത്യേകം പരിശോധിക്കുക. അതാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണെന്നാണ് പൊതുവെ പറയപ്പെടാറ്. ഓക്കെ, പ്രത്യേകിച്ച് അത് നോക്കാനായിട്ട് ഇതിന്റെ മൈ കമ്പ്യൂട്ടറിലെ പ്രോപ്പർട്ടീസ് എടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ സാധിക്കും ഏതാണ് 64 ബിറ്റ് ആണോ. ഇതിപ്പോ നമ്മുടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ വോയിസ് നോക്കാൻ 64 ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ കോൺഫിഗറേഷൻ ഒക്കെ ഡിപ്പെൻഡ് ഓൺ നമുക്കൊരു 4 GB റാം എന്നുള്ള കോൺഫിഗറേഷൻ ഒക്കെ ഉണ്ട്. അത് നോർമലി ഓട്ടോകാഡ് ഉപയോഗിക്കാൻ കംഫർട്ടബിൾ ആണ് സിസ്റ്റം. നമുക്ക് IBPMS ഉപയോഗിക്കാൻ കുഴപ്പം വരാറില്ല. ഓക്കെ, അപ്പോൾ അതങ്ങനെയാണ്. ഇനി നമുക്ക് IBPMS എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നമുക്ക് ജസ്റ്റ് ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് അതിന്റെ ഫുൾ ഫോം ഇതാണ്, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇന്റലിജന്റ് ബില്ലിംഗ് പ്ലാൻ മാനേജ്മെന്റ് സിസ്റ്റം IBPMS എന്ന് പറയുന്ന ഒഫീഷ്യൽ. ജസ്റ്റ് ഗൂഗിളിൽ IBPMS ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ വരും. നമ്മൾ ആദ്യം കാണുന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുന്നു. തുടർന്ന് വരുന്ന വിൻഡോയില് നമ്മുടെ ഏതാണ് നമ്മുടെ പ്ലാൻ സബ്മിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏരിയ. ഇപ്പോൾ ഞാൻ തൃശ്ശൂർ ഇതാണ് ഡിസ്ട്രിക്റ്റ് ആണ്. അതുപോലെ തന്നെ ULB എന്ന് പറഞ്ഞത് നമ്മുടെ ഏത് സെക്ഷനാണ് അതിന്റെ. ഇപ്പോൾ ഞാൻ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയുടെ ക്കാണ് കൂടുതലും പ്ലാനിങ് കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വന്ന് ഇതിൽ കാണിക്കും ഗുരുവായൂർ മുനിസിപ്പാലിറ്റിക്കാണ് ഏറ്റവും കൂടുതൽ പ്ലാൻ കൊടുക്കുന്നെങ്കിൽ അത് സെലക്ട് ചെയ്ത് വയ്ക്കുന്നു. ജസ്റ്റ് പ്രൊസീഡ് കൊടുത്തിടുന്നു. ഓക്കെ, തുടർന്ന് വരുന്ന വിൻഡോയില് നമുക്ക് ഇവിടെ നമുക്ക് ഓൾറെഡി ഒരു അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ യൂസർ നെയിം പാസ്വേഡ് ഒക്കെ അവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലോഗിൻ ചെയ്യാൻ നമുക്കിപ്പോൾ അതിലേക്ക് കിടക്കണില്ല. അത് നമ്മൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണമല്ലോ. അപ്പൊ അതിൽ ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ നോക്കുക. അതില് IBPMS കേരള കുറെ കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോ കയ്യിലുള്ളത് ഓട്ടോകാഡ് ആയതുകൊണ്ട് പ്രീഡിസിയർ സെറ്റപ്പ് ഫയൽസ് എന്ന് പറയുന്ന ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിന്റെ സെറ്റപ്പ് ഫയൽ നമുക്ക് ഡൗൺലോഡ് ആയി കിടക്കുന്നുണ്ടാവും. ജസ്റ്റ് ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യാണ്. ഇനി സപ്പോസ് പ്രീഡിസിയർ ZWCAD ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ഈ പറയുന്ന ടാബ് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഈ ട്യൂട്ടോറിയൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കാണണമെങ്കിൽ ജസ്റ്റ് അതിൽ ഡൗൺലോഡ് ചെയ്ത് അതും കാണാൻ സാധിക്കും. മലയാളത്തിലുള്ള മാനുവൽ ഇതൊക്കെ കമ്പനി തന്നെ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഓട്ടോകാഡ് ആയതുകൊണ്ട് ഞാൻ പ്രീഡിസിയർ സെറ്റപ്പ് എന്ന് പറയുന്നത് ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണ്. ഇത് എനിക്കിവിടെ സെറ്റപ്പ് ഇതിൽ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 70 MB അടുത്ത് ഫയൽ സൈസ് വരുന്നൊരു ഇതാണ് പ്രീഡിസിയർ ഇടുന്നത്. നമ്മളിത് നോർമലി സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന മാതിരി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു. അത് നമുക്കത് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏതാണ് ഓട്ടോകാഡ് അത് അതിലേക്ക് കണക്ട് ചെയ്യപ്പെട്ട് ഓട്ടോകാഡാണ് ഓപ്പൺ ആയി വരിക. ഓക്കെ, ഇപ്പൊ അതിന്റെ സെറ്റപ്പ് ഫയല് നമുക്ക് എടുക്കുന്നുണ്ട്. നമുക്കൊന്ന് പലരും എങ്ങനെയാണത് ഇൻസ്റ്റാൾ ചെയ്യുക എന്നാണ് ചോദിച്ചത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ സെറ്റപ്പ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സെറ്റപ്പ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നുമില്ല, ജസ്റ്റ് നെക്സ്റ്റ് അടിച്ച് പോവുക. യൂസർ നെയിം കമ്പനി നെയിം ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തോളൂ. ഞാൻ C ഡ്രൈവിൽ തന്നെയാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതങ്ങനെ തന്നെ കിടന്നോട്ടെ. ഇതിൽ എവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നാണ് കാണിക്കുന്നത്. ബ്രൗസ് ചെയ്ത് കൊടുക്കാം മറ്റു ഡ്രൈവുകളിലാണെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ നേരെ നെക്സ്റ്റ് കൊടുക്കുന്നു. ദെൻ നെക്സ്റ്റ് കൊടുക്കുന്നു. ദെൻ അതിൻ്റെ ഇൻസ്റ്റാളേഷൻ റണ്ണിങ് ചെയ്യുന്നതാണ് ഇപ്പോൾ ബാക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി എന്ന് വിചാരിക്കുന്നു. ദെൻ ഫിനിഷ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി.
നെക്സ്റ്റ് ഫിനിഷ് കൊടുക്കുന്നു, നെക്സ്റ്റ് കൊടുക്കുന്നു, ഇത് അക്സെപ്റ്റ് ചെയ്യുന്നു, ദെൻ നെക്സ്റ്റ് കൊടുക്കുന്നു. ഓർഗനൈസേഷൻ താല്പര്യം ഉണ്ടെങ്കിൽ കൊടുക്കാം, ചിലർക്ക് കൊടുത്തില്ലെങ്കിൽ അത് ഇൻസ്റ്റാളേഷൻ നടന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു നെയിം എന്തെങ്കിലും കൊടുത്തിടുക കേട്ടോ തൽക്കാലത്തേക്ക്. ദെൻ ഫിനിഷ് കൊടുക്കുന്നു. നോർമലായിട്ട് നമ്മളൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന അതേ പ്രൊസീജിയറിലൂടെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത്. നമ്മളിപ്പോൾ ഡെസ്ക്ടോപ്പിൽ PDCR എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാണ്, ആ കാണുന്ന വിൻഡോ ഓപ്പൺ. യെസ്, അതിൽ തൊട്ട് ബോട്ടം റൈറ്റ് ബോട്ടം സൈഡിൽ ഇപ്പോൾ അതിൽ ഡൗൺലോഡിങ് അപ്ഡേറ്റ്സ് എടുക്കുന്നുണ്ട്. നമ്മൾ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നെറ്റ് കണക്റ്റഡ് ആയി ഇടുന്നാൽ നമുക്ക് എന്തെങ്കിലും അപ്ഡേഷൻസ് കമ്പനി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതിൽ അപ്ഡേറ്റഡ് ആയി ഓട്ടോമാറ്റിക് വന്നോളും. അപ്പോൾ അത്തരത്തിൽ വല്ല ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാം. ഇങ്ങനെ ഓപ്പൺ ആയി വരുമ്പോൾ തന്നെ അത് കാണാൻ സാധിക്കും. ഓക്കെ, സോ നമ്മൾ അപ്ഡേറ്റിംഗ് കഴിഞ്ഞു വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് AutoCAD ഫയൽ ഓപ്പൺ ആയിട്ട് വരും. ദെൻ നമ്മുടെ ലേറ്റസ്റ്റ് വരെ അപ്ഡേറ്റ് ചെയ്തെന്നുള്ളതാണ് ഇതിൽ കാണിക്കുന്നത്. ഞാൻ ഓക്കെ കൊടുക്കുന്നു. സോ ഇതാണ് നമുക്ക് ഓപ്പൺ ആയി വരുന്ന വിൻഡോ. ഇതിൽ AutoCAD എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ PDCR എന്ന് പറയുന്ന മെനു ബാറിൽ PDCR എന്ന് പറയുന്ന ഒരു ഐക്കൺ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ബോക്സിൽ കുറച്ച് ടൂൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് പ്രത്യേകം നിങ്ങളത് ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് നമുക്ക് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ഒരു കമ്പ്യൂട്ടറിൽ ആ PDCR എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ സെറ്റപ്പ് എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ. അതൊരു ഇൻട്രൊഡക്ഷൻ ആണ്. എല്ലാവരും അവരവരുടെ കമ്പ്യൂട്ടറിൽ നമ്മുടെ ക്ലാസ്സുകൾ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റ് ആക്കി വെക്കുക. ഓക്കെ, താങ്ക് യു.